നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ഇടവമാസം 5-ാം തീയതി. ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് വലിയൊരു കുതിപ്പിന് ഒരുങ്ങുന്ന സമയമാണ്. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തുന്ന സമയം. കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച ധന അഭിവൃദ്ധി ഇവർക്ക് വന്നു ചേരുന്നു. ധനം വന്നു ചേരണമെങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കണം. ഈശ്വരൻ എല്ലാവരെയും എപ്പോഴും ഒരുപോലെ ഇരുത്തുകയില്ല. ചിലർക്ക് വലിയ അവസരങ്ങൾ നൽകും. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നവർ എന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വലിയ അവസരങ്ങൾ തന്നെയാണ് ഇവരുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത്. ഇന്ന് 1200 ഇടവമാസം 5-ാം തീയതി തിങ്കളാഴ്ച ദിവസം. ഇത് കുറിച്ചു വച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കാൻ പോകുന്ന സമയമാണ്. ഞാൻ ഈ പറയുന്ന രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഇന്ന് ആരംഭിക്കും. അതിന് ചെയ്യേണ്ടതായ ചില വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെയായിട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വലിയ ഉയർച്ചയിലെത്താൻ സാധിക്കും. നമ്മൾ പലരെയും കണ്ടിട്ടില്ലേ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയൊരു ധനവാനായിത്തീരുന്നത്, പ്രശസ്തിയിലെത്തുന്നത്, ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്, വലിയ വലിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കും ഒരു ചാൻസാണ്. ഈ നക്ഷത്രജാതകർക്കും ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ഇന്ന് തിരുവോണമാണ് നക്ഷത്രം, 3-ാം പാദം. ഇന്ന് ഏറ്റവും അധികം ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രജാതകരെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇവർ ചില വഴിപാടുകളും കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകണം. അതിലേറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെന്ന് പറയുന്നത് കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. കുംഭൻ രാശിക്കാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണം. നിങ്ങൾക്ക് ധന അഭിവൃദ്ധി വന്നു ചേരും. നിങ്ങളുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാകുമോ എന്ന ചോദ്യം നിങ്ങളിലുണ്ട്. ഈ വിഷമതകളിലും പ്രതിസന്ധികളിലും ഒരു വലിയ കുതിപ്പിന് അല്ലെങ്കിൽ വലിയൊരു നേട്ടത്തിന് നിങ്ങൾക്ക് ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടാകാം. പക്ഷേ ഇനി നിങ്ങളെ സംബന്ധിച്ച്, കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് നല്ല കാലം തുടങ്ങുന്ന സമയമാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശനിയാഴ്ച ഗണപതി ക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ശനിയാഴ്ച അർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും വലിയ ധനനേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവിടെ മുരുകനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിച്ചേരും. പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർ. കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ധനം ഒഴുക്കി വരുന്ന സമയം തന്നെയാണ്. വലിയൊരു ധനവാനാകുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകരുണ്ട്. ഇവരെ സംബന്ധിച്ച് വളരെയേറെ ദോഷസമയമായിരുന്നു. എന്നാൽ ആ ദോഷങ്ങളൊക്കെ മാറി ഇനി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ കുംഭൻ രാശിക്കാർക്ക് വന്നു ചേരും. പല രീതിയിൽ നേട്ടം വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് ഗുരു അനുകൂലമാകുമ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്ന് കാണുന്നു. അതിൽ സന്താനഭാഗ്യമുണ്ട്. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ വംശം വൃത്തിയാകും. എല്ലാവർക്കും നല്ല ഐശ്വര്യം വന്നു ചേരും. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വിവാഹം നടക്കും. കല്യാണമൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് കല്യാണമൊക്കെ നടക്കുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്നു. അങ്ങനെ പല രീതിയിലുമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. ഏതായാലും സർവൈശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി വന്നു ചേരുന്നത്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രജാതകരെന്ന് പറയുന്നത് കാർത്തികയും രോഹിണിയും മകീരവുമാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ അനുകൂലതയുണ്ട്. അതിവരുടെ കഷ്ടതകളൊക്കെ മാറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ധാരാളം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും. നിങ്ങളൊരു മാരിയമ്മൻ ഭക്തയാണ് എങ്കിൽ അമ്മേ മാരിയമ്മേ മുത്തുമാരിയമ്മേ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ചൊല്ല് ഒന്ന് പറഞ്ഞേക്കുക. അമ്മയെ നിങ്ങൾ എങ്ങനെ സംബോധന ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കുറിക്കാം.
അഘോരഹോമമുണ്ട്. 25-ാം തീയതിയാണ്. ആഘോരഹോമത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഏതായാലും കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകർക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവരെത്തും. ചുരുക്കി പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ ആയിരിക്കും വന്നു ചേരുക. കഷ്ടനഷ്ടങ്ങളൊക്കെ അവസാനിക്കും. കളവ് പോയ മുതലൊക്കെ തിരികെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് അത് കിട്ടാതിരുന്നവർക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ്. പ്രമോഷൻ ഉണ്ടാകും, ശമ്പള വർധനവുണ്ടാകും, നേട്ടമാണ്, ഭാഗ്യമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് മാറിക്കിട്ടാൻ പോകുന്നത്. അതിനായി ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. വഴിപാടുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ്. ഇവിടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതി ഹോമം എല്ലാ മാസവും നിങ്ങളുടെ 4 ദിവസം നടത്തുക. കാർത്തികയും, രോഹിണിയും, മകയിര നക്ഷത്ര ജാതകരും. ഗണപതി ഹോമം, അതുപോലെ നവഗ്രഹ പൂജ, ഇതൊന്നും മറക്കരുത്. അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവന് ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് ആലിന് പ്രദക്ഷിണം വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. കാർത്തികയ്ക്കും, രോഹിണിക്കും, മകീരത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധാരാളം സമ്പാദിക്കാൻ കഴിയും. ഒരു VIP പോലെ ജീവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും. VIP ആയിരിക്കില്ല, VIP. നിങ്ങൾ രക്ഷപ്പെടും. അത്രയധികം നല്ല സമയമാണ്. നിങ്ങൾ ഗൾഫിലായിക്കൊള്ളട്ടെ, വിദേശ രാജ്യത്ത്, ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ്. ധനപുഷ്ടി മെച്ചപ്പെടുമെന്നാണ് ഞാനിന്ന് പ്രശ്നത്തിൽ കണ്ടത്. സമൂഹത്തിൽ അന്തസ്സ് വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷം കളിയാടും. പേരക്കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവം കൂടുതലായിട്ടുണ്ട് എങ്കിൽ ഒരു കുരുമുളക് എടുക്കുക, ഒരെണ്ണം മതി. അത് പാദം മുതൽ ശിരസ്സു വരെ ഒരു 3 പ്രാവശ്യം ഒഴിയുക. ശത്രുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പിടി മണ്ണും കൂടെ ചേർത്ത് അത് നന്നായി ഇളക്കിയതിനു ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്ത പുഴയിലേക്ക് വലിച്ചെറിഞ്ഞേക്കുക. ഒഴുകിപ്പൊക്കോട്ടെ, ശത്രുവും ഒഴുകിപ്പൊക്കോളും. ശത്രുവിൻ്റെ ഉപദ്രവം മാറിക്കിട്ടും. അതുപോലെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് ഇപ്പോൾ പോകാൻ പറ്റിയ സമയമാണ്. ലക്ഷ്മി ദേവിയെ കൂടി പ്രാർത്ഥിക്കുക. എല്ലാ മാസവും ഗണപതി ഹോമം നടത്തണം, നവഗ്രഹ പൂജ നടത്തണം, ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, മഹാമൃത്യുഞ്ജയ ഹോമം, ആലിന് പ്രദർശനം ഒക്കെ നടത്തുക. അതൊക്കെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ക്ലേശങ്ങൾക്ക് അറുതി വന്ന് ഭാഗ്യത്തിലേക്ക് എത്തും ഈ 6 നക്ഷത്ര ജാതകരും. ഒരു VIP പോലെ ജീവിക്കാനുള്ള യോഗം വന്നാലും VIP തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും. ഉറപ്പാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.